ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ലേഡി ബോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ചെറുപ്പകാലത്ത് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അത് ചെയ്യാനൊരു കാരണമുണ്ട്. ഇന്നത്തെ തലമുറയിലുള്ള ആളുകളും ആ ഒരു പ്രശ്നം ഫേസ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ആ ഒരു സബ്ജക്റ്റ് തന്നെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഈ കാലുവേദന എന്ന് പറയുന്നത് കേട്ടോ. അതായത് എന്താ പറയുക, നമുക്ക് ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല. അപ്പോൾ പറയുകയാണെങ്കിൽ ഒരുപാട് ദൂരം നടക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. ഫ്രണ്ട്സിൻ്റെ കൂടെ ചെറിയ കുട്ടികളാവുന്ന സമയത്ത് നമ്മൾ ഓടി കളിക്കുമല്ലോ, അങ്ങനത്തെ ഒരു കാര്യം എനിക്ക് പറ്റൂലായിരുന്നു. ഡാൻസ് കളിച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ കാല് ഭയങ്കരമായിട്ടുള്ള വേദന വരുമായിരുന്നു. വേദനയല്ല, ഒരു തരത്തിലുള്ള ഒരു കടച്ചിൽ, നമുക്ക് സഹിക്കാൻ വേണ്ടിയിട്ട് പറ്റാത്തൊരവസ്ഥ. അതിപ്പോൾ പറയാൻ കാരണം എന്താ വെച്ചാൽ ഇന്നത്തെ തലമുറയിലുള്ള ആളുകൾക്കും അതേപോലെ കുട്ടികൾക്കൊക്കെ ഈ ഒരു ഇഷ്യൂ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. കടച്ചിലാണ്, നമുക്ക് ഒരിക്കലും സഹിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. രാത്രി ഉറക്കം പോലും കിട്ടാത്തൊരവസ്ഥയാണ് കേട്ടോ. മസിൽ കയറല്ല, കാല് ഭയങ്കരമായിട്ടുള്ള കടച്ചിൽ വരാം. രാത്രി കിടക്കുമ്പോൾ കാലിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ആരെങ്കിലും ഒരാളിങ്ങനെ പ്രസ് ചെയ്ത് തരുമ്പോൾ ഒരു ഒരു ചെറിയൊരു ആശ്വാസം കിട്ടും. ആ ഒരു പ്രസ്സിങ്ങിൽ അറിയാതെ ഉറങ്ങിപ്പോണെങ്കിൽ മാത്രമേ ഒരു എന്താ പറയുക, ആ വേദനയിൽ നിന്നൊരു ആശ്വാസം കിട്ടുള്ളൂ. ഈ വേദന നിങ്ങൾക്ക് ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടോ? നമ്മുടെ കാലിൽ ഉണ്ടാകുന്ന പേശികളുണ്ടല്ലോ, അത് കൃത്യമായിട്ടുള്ള ഒരു ഇടവേളയിൽ, അത് പർട്ടിക്കുലർ ടൈമിൽ അത് ചുരുങ്ങി പോകുന്നുണ്ട്. ആ സമയത്താണ് നമുക്ക് കാലിന് ഈ മസിലിൻ്റെ ഭാഗത്തൊക്കെ ഭയങ്കരമായിട്ടുള്ള വേദനയും കടച്ചിലൊക്കെ വരുന്നത്. നിങ്ങൾ കാലുവേദന ഫേസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ കാലുകൾ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. അതായത് ഇപ്പോൾ കാഫ് മസിൽസ് ഉണ്ടാവുമല്ലോ, അത് സ്ട്രെച്ച് ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും. ഉറങ്ങുന്നതിന് മുൻപ് ചെയ്യുന്നതാണ് കേട്ടോ ഒന്നുകൂടി ബെറ്റർ ആയിട്ടുണ്ടാവുക. വേദന ഉള്ളപ്പോൾ അല്ല ചെയ്യേണ്ടത്, വേദന ഇല്ലാത്ത സമയത്ത് നിങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക കേട്ടോ. അപ്പോൾ തന്നെ ആ വേദനയുടെ ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മുടെ വെയിൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, വെയിൻസ് ഒക്കെ ഒന്ന് റിലാക്സ് ആവുന്ന സമയത്ത് തന്നെ ഈ ഒരു പ്രശ്നം നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഈ കാലുവേദന ഉള്ള ആളുകളാണെങ്കിലും കുട്ടികളാണെങ്കിലും കേട്ടോ, നമ്മൾ ഇരുന്നിട്ട് ഫിംഗേഴ്സ് വെച്ചിട്ട് എന്താ പറയുക, നമ്മുടെ കാലിൻ്റെ വിരലുണ്ടാവുമല്ലോ, കാലിൻ്റെ വിരൽ ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. ഇതൊക്കെ ബെറ്റർ ആയിട്ടുള്ള എക്സസൈസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. കാല് എത്രത്തോളം സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ അത്രത്തോളം സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. ഇരുന്നിട്ട് മാത്രമുള്ള എക്സസൈസുകൾ മാത്രമല്ല കേട്ടോ, നിന്നിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരുപാട് എക്സസൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് യൂട്യൂബിൽ തന്നെ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ടൈപ്പുള്ള ലെഗിന് വേണ്ടിയിട്ടുള്ള എന്താ പറയുക, എക്സസൈസൊക്കെ അവൈലബിൾ ആണ്. അതിലേതെങ്കിലും നിങ്ങൾക്ക് സൂട്ടാവുന്നത് ചെയ്ത് നോക്കാം കേട്ടോ. ഈ ഒരു ഇമേജിൽ കാണുന്നത് പോലെയുള്ള വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും കേട്ടോ. നിങ്ങളൊരു 2 മിനിറ്റ്സൊക്കെ ചെയ്ത് നോക്കുക, ടൈം സെറ്റ് ചെയ്ത് വെച്ചിട്ട്. പിന്നെ ഓരോ വർക്കൗട്ടും എണ്ണം നിങ്ങൾക്ക് എത്രത്തോളം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ അത്രത്തോളം എണ്ണത്തിനനുസരിച്ച് ഈ 2 കാലും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മാറ്റിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. തുടക്കത്തിൽ ഒരുപാട് വലിയ രീതിയിലുള്ള വർക്കൗട്ട് ചെയ്യണമെന്നല്ല പറയുന്നത്, ചെറിയ രീതിയിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക. പിന്നെ പോകുന്നതിനനുസരിച്ച് മുന്നോട്ടേക്ക് ചെയ്യാൻ നിങ്ങളെക്കൊണ്ട് കഴിയും എന്തായാലും. അതിനനുസരിച്ച് അതിൻ്റെ ടൈമും കാര്യങ്ങളും കൂട്ടിയിട്ട് അതിനനുസരിച്ച് ഫോളോ ചെയ്യാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, വേദന ഉള്ള സമയത്ത് ഇങ്ങനത്തെ വർക്കൗട്ട് ചെയ്യാതിരിക്കുക കേട്ടോ. വേദന ഇല്ലാത്ത സമയത്ത് നിങ്ങൾ ഈ ഒരു വർക്കൗട്ടുകളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക കേട്ടോ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ നമുക്ക് ഈ ഒരു പ്രശ്നം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ വേദന കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള ഫുഡാണ്. അതായത് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഏത്തക്ക ഇല്ലേ, നമ്മുടെ നേന്ത്രപ്പഴം എന്ന് പറയുന്നത്, അത് വളരെയധികം നല്ലതാണ് കേട്ടോ. കാലുവേദന കുറയ്ക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ്. ഈ ഒരു നേന്ത്രപ്പഴത്തിനെ കുറിച്ചിട്ട് പറയാനാണെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പറയാൻ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നേന്ത്രപ്പഴം, ഈ ഒരു പഴത്തിന് തന്നെ മാത്രമായിട്ടൊരു വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്യേണ്ടി വരും. കാരണം അത്രത്തോളം ഗുണങ്ങളുണ്ട്. തൽക്കാലം ഞാൻ കുറച്ച് ബെനിഫിറ്റ്സ് മാത്രം പറയാം. ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും അതേപോലെ തന്നെ തലച്ചോറിൻ്റെയൊക്കെ സുഗമമായിട്ടുള്ള പ്രവർത്തനത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട് നേന്ത്രപ്പഴം. നേന്ത്രപ്പഴത്തിൽ ധാരാളം വിറ്റമിൻസും ധാതുക്കളൊക്കെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. വിറ്റമിൻ സി, B6 ഒക്കെ ധാരാളം ഉണ്ട്. ഫോളേറ്റ്, നിയാസിനൊക്കെ, അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു നേന്ത്രപ്പഴത്തിൽ ശരാശരി 90 കലോറിയാണ് കേട്ടോ അടങ്ങിയിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ കാലിൻ്റെ മസിൽ കയറുക എന്ന് പറയുന്ന ഒരു വിഷയമുണ്ട്. വളരെയധികം വേദന ഉള്ളൊരു കാര്യമാണ്. ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഈ നേന്ത്രപ്പഴം കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് കേട്ടോ. രാത്രി കഴിക്കുന്നതായിരിക്കും ഒന്നുകൂടി ബെറ്റർ ആയിട്ടുണ്ടാവുക. തൈര് കഴിക്കുന്നത് നല്ലതാണ്, ചീര കഴിക്കുന്നത് നല്ലതാണ്. പിന്നെന്താ, ഓറഞ്ച്, കരിക്കിൻ്റെ വെള്ളയിലെ ഇളനീരെന്ന് പറയുന്നത്,
അതൊക്കെ വളരെയധികം നല്ലൊരു കാര്യമാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ കിഡ്നി സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് ഉള്ള ആളുകൾക്ക് ഇതേപോലെ തന്നെ കാലുവേദന ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള ആളുകൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ധാരാളം വെള്ളം കുടിക്കുക കേട്ടോ. അതായത് തിളപ്പിച്ചാറിയിട്ടുള്ള വെള്ളമല്ലേ, അത് ധാരാളമായിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾ ഏത് ഡോക്ടറാണോ കാണിക്കുന്നത് അവരുമായിട്ട് സംസാരിച്ചിട്ട് അവരെന്താണോ പറയുന്നത് ആ കാര്യം കറക്റ്റ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വീട്ടിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന കാര്യം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുട്ടി വീഡിയോ ആണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ ഒരു പ്രശ്നം ഫേസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ വീട്ടിലെ കുട്ടികൾ ഇതേപോലെ എന്തെങ്കിലും വിഷയം ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും വേറെ എന്തെങ്കിലും വീഡിയോ ആയിട്ട് കാണാം. ബൈ.